നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പാലക്കാട്ടെ CPM നേതാവ് മുൻ MLA KTDC ചെയർമാൻ PK ശശി CPM വിട്ട് കോൺഗ്രസിലെത്തുമെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പലരും പ്രതീക്ഷിച്ചത്. എന്നാൽ പിണറായി വിജയൻ അമേരിക്കയിൽ നിന്നെത്തിയതോടെ PK ശശിക്കൊരു മനം മാറ്റമുണ്ടായി എന്നാണ് സൂചന. ശശിയെ പിണറായി വിജയൻ പിടിച്ച് നന്നായി വിരട്ടി എന്നുള്ള സൂചനയും പുറത്തു വരുന്നുണ്ട്. വല്ലാതെ കളിച്ചാൽ ശശി ഇല്ലാണ്ടായി പോകുമെന്നും നേരെ അകത്തേക്ക് പോകുന്ന വഴി എനിക്കറിയാമെന്നും പിണറായി വിജയൻ ശശിയോട് പറഞ്ഞത്രേ. ശശിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് പാർട്ടി മുന്നോട്ട് പോകും. തൻ്റെ വിശ്വസ്തനായിരുന്ന ശശിയെ പാർട്ടിയിൽ നിന്ന് കളയാൻ പിണറായിക്ക് അശേഷം ആഗ്രഹവുമില്ല. മാത്രമല്ല PK ശശിയെ അനാവശ്യമായി പ്രകോപിപ്പിക്കേണ്ട എന്നുള്ള നിർദ്ദേശവും ജില്ലാ കമ്മിറ്റിക്ക് പിണറായി വിജയൻ നൽകിയെന്നാണ് അറിയുന്നത്. പിണറായി അമേരിക്കയിൽ നിന്നെത്തിയ ശേഷം ആദ്യം പരിഗണിച്ച വിഷയം PK ശശിയുടേതായിരുന്നത്രേ. ശശിയുടെ വിഷയം വളരെ ഫലപ്രദമായി പരിഹാരമുണ്ടാക്കണമെന്നും അധികം പൊട്ടലും ചീറ്റലും ഉണ്ടാക്കാതെ അദ്ദേഹത്തെ പരമാവധി പാർട്ടിയിൽ പിടിച്ചു നിർത്തണമെന്നും പിണറായി വിജയൻ MV ഗോവിന്ദനോടും പാലക്കാട് ജില്ലാ സെക്രട്ടറിയോടും ആവശ്യപ്പെട്ടുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് ശശിക്കെതിരെയുള്ള ആക്രമണം ഇപ്പോൾ DYFIയും SFIയും CPM പാലക്കാട് ജില്ലാ കമ്മിറ്റിയും എല്ലാം കുറച്ചത്. കാരണം പിണറായി വിജയൻ്റെ വളരെ വിശ്വസ്തനായ നേതാവാണ് PK ശശി. പിണറായിയോട് വളരെ ആത്മാർത്ഥമായ അടുപ്പവും ബന്ധവുമുള്ള ആളാണ്. പണ്ട് സംസ്ഥാന സമ്മേളനങ്ങളിലൊക്കെ പിണറായിയുടെ വലം കൈയായി അറിയപ്പെടുന്ന ശശി പിണറായി ഗ്രൂപ്പിന് വേണ്ടി പാലക്കാട് ജില്ല പിടിച്ചെടുത്ത് നിലനിർത്തിയ ആൾ കൂടിയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ശശിയെ ഉപേക്ഷിക്കാൻ പിണറായിക്ക് മനസ്സുകൊണ്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ ശശിയെ UDFിലേക്കോ കോൺഗ്രസിലേക്കോ വിടരുതെന്നും എന്ത് വില കൊടുത്തും CPMൽ തന്നെ പാലക്കാട് നിലനിർത്തണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ശശിയെ KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കുമെന്നുള്ള സൂചനകളും അഭിപ്രായങ്ങളും അടുത്ത കാലത്ത് ഉയർന്നു വന്നിരുന്നെങ്കിലും തൽക്കാലം KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കണ്ട എന്നുള്ള നിലപാടാണ് പിണറായി വിജയൻ കൈക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ശശിയെ പ്രകോപിപ്പിക്കാൻ പിണറായി ആഗ്രഹിക്കുന്നില്ല. അതേസമയം ശശി വളയമില്ലാതെ ചാടിയാൽ കൈയും കാലും അരിഞ്ഞ് പാർട്ടിയുടെ ഒരു മൂലക്കിടും എന്നുള്ള രീതിയിലുള്ള പരാമർശവും പിണറായി നടത്തിയെന്നാണ് അറിയുന്നത്. ഏതായാലും മര്യാദയ്ക്ക് നിന്നാൽ ശശിയെ പാർട്ടി ഉൾക്കൊള്ളും. അതല്ല ഉടക്കി ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുറത്തു പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ശശിയുടെ പോക്ക് അത്ര എളുപ്പമാകില്ല എന്നുള്ള സൂചനയാണ് പിണറായി നൽകിയതത്രേ. പിണറായിയെ നല്ലവണ്ണം അറിയാവുന്ന PK ശശി പിന്നെ ഒന്നും പറയാൻ നിന്നില്ല. കാരണം പിണറായിക്കെതിരെ നിന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ളതുകൂടി ഇല്ലാതെയാകും. പിണറായിയുടെ സ്വഭാവം ആദ്യം മുതലേ നന്നായി മനസ്സിലാക്കിയ ആളാണ് പാലക്കാട് ജില്ലയിലെ പിണറായിയുടെ ലെഫ്റ്റനൻ്റായി വലങ്കൈയായി അറിയപ്പെട്ടിരുന്ന PK ശശി. അതുകൊണ്ട് പിണറായി എന്തോ പറഞ്ഞത് അത് കൃത്യമായി ശിരസാ വഹിച്ച് നിശബ്ദനായിരിക്കാൻ ശശി തീരുമാനിച്ചു. അതേസമയം പാലക്കാട്ടെ മറ്റ് CPM നേതാക്കളോട് ആരോടും ശശിയെ അനാവശ്യമായി പ്രകോപിപ്പിക്കരുത്, അദ്ദേഹത്തെ മോശക്കാരനാക്കി പൊതുമധ്യത്തിൽ സംസാരിക്കരുത് എന്നുള്ള നിർദ്ദേശമെല്ലാം പിണറായി നൽകിയിരുന്നു. കാരണം തൻ്റെ വിശ്വസ്തനെ അങ്ങനെയങ്ങ് കൈവിടാൻ പിണറായിക്ക് താല്പര്യമില്ല. പാലക്കാട് ജില്ല ഒരു കാലത്ത് VS അച്യുതാനന്ദൻ്റെ കോട്ടയായിരുന്നു. NN കൃഷ്ണദാസിനെ പോലെ അജയ്കുമാറിനെ പോലുള്ളവർ നയിച്ചിരുന്ന കോട്ട. ആ കോട്ട പിടിച്ചെടുക്കാൻ പിണറായിക്ക് ഇടം വരെ നിന്ന് സഹായിച്ച ആളായിരുന്നു PK ശശി. അതുകൊണ്ട് ശശിയുടെ കൊഴിഞ്ഞുപോക്ക് പിണറായിക്ക് ആലോചിക്കാനേ വയ്യ. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പ്, ആർക്കും ശശിയുടെ കുതിര കയറാൻ പറ്റുന്ന ഒരാളല്ല ശശിയെന്നും ശശി CPMൻ്റെ നേതാവാണെന്നും ശശിക്ക് എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ ഗോവിന്ദൻ മാഷോടോ തന്നോടോ നേരിട്ട് പറയാമെന്നും അല്ലാതെ ശശിയെ ആരും അപമാനിക്കുകയും ഒതുക്കുകയും ചെയ്തതെന്നുള്ള നിർദ്ദേശം പിണറായി വിജയൻ നൽകിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ശശി തൽക്കാലത്തേക്ക് ഒന്ന് അടങ്ങിയിരിക്കുകയാണ്.